നമസ്കാരം. ചില വ്യക്തികൾ കണ്ണേറ് മൂലം വളരെയധികം ദൗർഭാഗ്യം അനുഭവിക്കുന്നവരായിരിക്കും. എന്നാൽ ചില വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യാതൊരുവിധ ദൃഷ്ടിദോഷവും നെഗറ്റീവ് എനർജിയും നിങ്ങളെ ബാധിക്കുകയില്ല. നിങ്ങൾ നന്നായി ഒരുങ്ങി പുറത്തു പോകുമ്പോഴോ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുമ്പോഴോ ഇതുമല്ലെങ്കിൽ വലിയ വീട് വയ്ക്കുമ്പോഴോ എല്ലാം പഴമക്കാർ പറയുന്ന ഒരു കാര്യമാണ്, കണ്ണേറു തട്ടും, കണ്ണ് കൊള്ളും, ദൃഷ്ടിദോഷം പതിയുമെന്നെല്ലാം. എന്തെന്നാൽ മറ്റൊരാളുടെ നെഗറ്റീവ് എനർജിക്ക് പാത്രമാകുന്നതിനെയാണ് കണ്ണു തട്ടുക എന്ന് പൊതുവെ പറയുന്നത്. ലോകത്തെല്ലായിടത്തും ഈ വിശ്വാസമുണ്ട്. ചില ആളുകൾ വെറുതെ ഒന്ന് നോക്കിയാൽ പോലും ഇവരുടെ ദോഷദൃഷ്ടി പതിയുന്നതായിരിക്കും. ഇതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൗർഭാഗ്യങ്ങളും പലവിധം അസുഖങ്ങളും ജീവിതത്തിൽ പരാജയങ്ങളും കൈവരും. ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാൻ ചില ഉപായങ്ങളുണ്ട്. ദൃഷ്ടിദോഷം അകലുവാൻ ഇത്തരം ഉപായങ്ങൾ നിങ്ങളെ തീർച്ചയായും സഹായിക്കുന്നതായിരിക്കും. ഒന്നാമതായി, ദൈവത്തിൻ്റെ ഫോട്ടോ. ദൃഷ്ടിദോഷത്തിൽ നിന്നും മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ കരുതുക എന്നതാണ്. പൊതുവെ ആരാധനാമൂർത്തികളുടെ ഫോട്ടോ ചിലർ അവരുടെ ഗൃഹങ്ങളിൽ സ്ഥാപിക്കാറുണ്ട്. ഹിന്ദുമതത്തിൽ ഗണപതി, ഹനുമാൻ, ദുർഗ എന്നിവരുടെ ഫോട്ടോ ദൃഷ്ടിദോഷത്തിൽ നിന്നും ഇവരെ രക്ഷിക്കുന്നതായിരിക്കും. രണ്ടാമതായി, കറുത്ത ചരട്. ദൃഷ്ടിദോഷം പോകുവാൻ കറുത്ത നൂൽ ഉപയോഗിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. കറുത്ത ചരട് കയ്യിലും കാലിലും കഴുത്തിലും ധരിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ഇത് ദൃഷ്ടിദോഷത്തിൽ നിന്നും ഇവരെ രക്ഷിക്കുന്നതായിരിക്കും. ഇപ്രകാരം കറുത്ത ചരട് നിങ്ങളുടെ ഗൃഹത്തിൻ്റെ വാതിലിലും വാഹനത്തിലും കെട്ടുന്നത് വളരെയധികം ഉത്തമമാണ്. എന്തെന്നാൽ കറുത്ത ചരട് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുന്നതായിരിക്കും. അമ്പലത്തിൽ നിന്നും പൂജിച്ച കറുത്ത ചരടുകൾ ദുഷ്ടശക്തികൾക്കെതിരെ വളരെയധികം ഫലപ്രദമായിരിക്കും. മൂന്നാമതായി, പഞ്ചമുഖ ഹനുമാൻ. 5 മുഖങ്ങളുള്ള ഹനുമാൻ ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷണമേകുന്ന ശക്തമായ രൂപമാണ്. രാവണ സഹോദരനായ അഹിരവനിൽ നിന്നും ശ്രീരാമനെയും ലക്ഷ്മണനെയും രക്ഷിച്ചത് പഞ്ചമുഖ ഹനുമാനാണ്. ഇപ്രകാരം പഞ്ചമുഖ ഹനുമാന്റെ ലോക്കറ്റോ കൈച്ചെയിനോ നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ ദൃഷ്ടിദോഷത്തിൽ നിന്നും മറ്റ് നെഗറ്റീവ് എനർജികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ തീർച്ചയായും സാധിക്കും. നാലാമതായി, ഗ്രാമ്പൂ. അടുക്കളയിലെ സ്ഥിര സാന്നിധ്യമായ ഗ്രാമ്പൂ കണ്ണേറ് കൊള്ളാതിരിക്കുവാനും നെഗറ്റീവ് എനർജികളെ ശുദ്ധീകരിക്കുവാനും വളരെയധികം നല്ലതാണ്. പൂജാവേളകളിൽ ഗ്രാമ്പൂ അഗ്നിയിൽ കത്തുമ്പോൾ പുറത്തു വരുന്ന ഗന്ധം അന്തരീക്ഷത്തെ പരിശുദ്ധമാക്കും, നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുകയും ചെയ്യും. അതിനാൽ തന്നെ നിങ്ങൾ ഗൃഹത്തിന് വെളിയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ കുറച്ചു ഗ്രാമ്പൂ നിങ്ങളുടെ കയ്യിലോ പേഴ്സിലോ വയ്ക്കുന്നത് ദൃഷ്ടിദോഷത്തിൽ നിന്നും നെഗറ്റീവ് എനർജികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും. അഞ്ചാമതായി, ഏലം. ഏലത്തിന് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുവാനുള്ള കഴിവുണ്ട്. അതിനാൽ തന്നെ ദൃഷ്ടിദോഷം ഒഴിവാക്കുവാൻ ഏലത്തിന് സാധിക്കും. ഗ്രാമ്പൂ പോലെ തന്നെ ഏലവും അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുകയും ഗൃഹത്തിലും വ്യക്തികൾക്കും പോസിറ്റീവ് പരമായ ഊർജം സൃഷ്ടിക്കുകയും ചെയ്യും. ഇതിനാൽ തന്നെ നിങ്ങൾ
ഗൃഹത്തിന് വെളിയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഏലം നിങ്ങളുടെ ബാഗിൽ കരുതാവുന്നതാണ്. ഇപ്രകാരം നെഗറ്റീവ് പരമായ എനർജികളിൽ നിന്നും അത് നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും. ആറാമതായി കർപ്പൂരം. പൂജാ സമയങ്ങളിലും മംഗളമുഹൂർത്തങ്ങളിലും സാധാരണയായി കർപ്പൂരം കത്തിക്കുന്ന പതിവുണ്ട്. കർപ്പൂരം ദോഷകരമായ എനർജി നീക്കുമെന്നാണ് വിശ്വാസം. ഇപ്രകാരം നിങ്ങൾ ഗൃഹത്തിൽ കർപ്പൂരം കത്തിക്കുകയാണെങ്കിൽ നെഗറ്റീവ് പരമായ എനർജി അകന്നു പോവുകയും സമാധാനപരമായ അന്തരീക്ഷം നിങ്ങളുടെ ഗൃഹത്തിൽ വന്നു ചേരുവാനും ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും.